നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനാമിക നന്ദന്റെ കൂടെ പോയിരിക്കുന്നു. അയ്യോ, അത് ഒറ്റയ്ക്ക്. അയ്യോ, മൊബൈൽ എന്റെയാണ് ബോസ്. ഇങ്ങോട്ട് വന്നേക്ക് ബോസ്. എന്തു പറ്റി ഡോക്ടർ? പ്രഷർ കുറച്ച് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മയങ്ങി വീണത്. വേറെ പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ കഴിക്കുന്ന ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്തോളൂ. ആൻഡ് ഷീ ഹാസ് ടു ടേക്ക് റെസ്റ്റ്. ഓക്കെ ഡോക്ടർ. ബട്ട് പ്രഷർ എത്ര കൂടാൻ മാത്രം എന്താ ഉണ്ടായത്? ഞങ്ങളുടെ മോള് രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ടെൻഷൻ ആയതാ. അങ്ങനെയാണെങ്കിൽ ആദ്യം അവരോട് വരാൻ പറയൂ. കുട്ടിയെ കാണുമ്പോ വേഗം സുഖായിക്കോളൂ. ഓക്കെ, ടേക്ക് കെയർ ഓഫ്. താങ്ക് യു ഡോക്ടർ. ടേക്ക് കെയർ. ബൈ. വസന്ത്, ഡോക്ടറെ ഒന്ന് കൊണ്ടുവിടും. വരൂ. ശരി. വന്നത് തന്നെ, പക്ഷെ ആംബുലൻസിലാണെന്ന് മാത്രം. ഇതെന്താ ഇവിടെ എല്ലാവർക്കും എന്തു പറ്റി? ആരെയും കാണുന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? എനിത്തിങ് സീരിയസ്? മെഡിസിൻസ് എല്ലാം കൃത്യസമയത്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തണം. ശരി ശരി മാഡം. ഹെൽത്തി ഫുഡാണ് എപ്പോഴും കൊടുക്കേണ്ടത്. മെറ്റബോളിസം വളരെ വീക്കാണ്. ശരി. പ്രഷർ എടുക്ക ചെക്ക് ശരി, ചെയ്യണം. ശരി. ഇങ്ങത്താ. ഓക്കെ. എത്തിയോ? എന്താടാ ഡോക്ടറൊക്കെ വന്നിരിക്കുന്നത്? ചേച്ചി വരാത്തോണ്ട് ആന്റിക്ക് പെട്ടെന്ന് വയ്യാതായി. എന്താടാ പറയുന്നേ? എന്നിട്ട് അമ്മ എവിടെ? എല്ലാരും മുകളിലുണ്ട്. വാ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാം. അമ്മേ, മോളെ, അമ്മേ. ഏയ്, എനിക്കൊന്നുമില്ല മോളെ, നീ പേടിക്കാതെ. നീ എവിടെയാ പോയത്? എന്താ രാത്രി വരാഞ്ഞത്? നിനക്കൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ചേച്ചി, അവള് വന്നു. നീ ഒന്നും ആദ്യം മിണ്ടാതിരിക്ക. നീ വരാത്തോണ്ട് എനിക്ക് പ്രഷർ അല്പം കൂടി. അനാമികെ, അച്ഛാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ മീറ്റിംഗ് ക്യാൻസൽ ആയതല്ലോ. ഇന്നലെ രാത്രി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് നിങ്ങളുടെ ബോസ് വിളിച്ച് പറയുകയും ചെയ്തു. തിരിച്ചതായിരുന്നു അച്ഛാ, പക്ഷെ വരുന്ന വഴിയിൽ ഞങ്ങൾ പെട്ടുപോയി. നീ എന്താ പറയുന്നേ? അതെ അങ്കിൾ, ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് റൂട്ട് വഴിയാ വന്നത്. കാറിലെ പെട്രോൾ തീർന്ന വഴിയിലായിപ്പോയി. പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാതെ വണ്ടി അവിടെ നിർത്തിയിട്ട് രാവിലെ അവിടെ നിന്ന് തിരിച്ചത്. ഫോണിലാണെങ്കിൽ സിഗ്നൽ പോലും ഇല്ലായിരുന്നു. അതാ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റാതെ പോയത്. സോറി അച്ഛാ. ചേച്ചി, എന്താ ഇത്? അവള് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വന്നേതോ കഥ പറയുന്നു. എനിക്കൊന്നും അറിയില്ലടി. എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ആവട്ടെ, ഈ ഊട്ടിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് വേണ്ടാന്ന് തോന്നിയതാ. പിന്നെ നിന്റെ ഏതോ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചതാ. അതെനിക്ക് പറ്റിയ തെറ്റ്. അല്ലച്ചാ, ഇനി ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി മുതൽ നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഞങ്ങളെല്ലാം ടെൻഷൻ അടിക്കായിരുന്നു. നിന്റെ അമ്മയാണെങ്കിൽ ആകെ സുഖമില്ലാത്ത അവസ്ഥയിലും. പെട്രോൾ അടിക്കാൻ പോലും വകയില്ലാത്തൊരു കമ്പനിയിലാണോ എന്റെ മോള് വർക്ക് ചെയ്യുന്നത്? ഭാരതി, ആ ഋഷി ഒന്ന് വിളിച്ചേ. ശരി. അച്ഛാ, എന്തിനാ വെറുതെ ഋഷിയെ വിളിക്കുന്നേ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. റിങ്ങാവുന്നുണ്ട്. ഹലോ, പറയൂ സർ. അനാമിക വീട്ടിലേക്ക് തിരിച്ചു വന്നോ? വീട്ടിലേക്ക് വന്നു, പക്ഷെ ഇനി അവൾക്ക് ആ ജോലി വേണ്ട. എന്തായി പറയുന്നത് സർ? എന്താന്ന്? ഇന്നലെ രാത്രി മുഴുവൻ എന്റെ മോള് കാറിന്റെ പെട്രോളും തീർന്ന് കാട്ടിലെ പെരുവഴി കിടക്കായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? താൻ ഉത്തരം പറയോ? ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ മീറ്റിംഗിന് ദൂരത്തേക്ക് പറഞ്ഞു വിടുന്നത്? ഇനി അവൾ ഈ ജോലിക്ക് വരുന്നില്ല. അത് പറയാനാ ഞാൻ വിളിച്ചത്. ശരിയെന്നാ? അച്ഛാ, ഇനി മോള് കൂടുതലൊന്നും പറയണ്ട. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്തൊരു കമ്പനിയിൽ എന്റെ മോള് വർക്ക് ചെയ്യണ്ട. ഇതെന്റെ ഓർഡറാ.
കൽപ്പന ഒന്ന് പെട്ടെന്ന് കാപ്പി എടുത്തോണ്ട് വാ. ആ അതാ വരുന്നു. ദാ കോഫി. ആ എടി എടുത്ത് മടക്കി വെക്കടി. അമ്മയ്ക്ക് എന്താ ജോലിയുള്ള അമ്മ എന്നെ മടക്കി വെക്ക്. കണ്ടോ നിങ്ങളുടെ മോളെ? നമ്മുടെ മോളെന്ന് പറ. ശരി, നിശ്ചയത്തിന് സമയം നോക്കാൻ പോയിരുന്നല്ലോ. പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുഹൂർത്തത്തിനുള്ള സമയം കുറിച്ചിട്ട് വാ. എന്താ അത്ര തിടുക്കം? ബാങ്കിൽ നിന്ന് ലോൺ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ ദൈവമേ, അന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കട്ടെ ചോദിച്ചപ്പോ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്നു. ഇപ്പൊ മോളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കാണാമെന്ന് ആഗ്രഹം വന്നല്ലേ? ആഗ്രഹമല്ല, ഭയം കൊണ്ടാ. എന്തിനു പേടി? പിന്നെ പണം കൈ കിട്ടിയാ നിങ്ങൾ നിങ്ങളുടെ മകനും കൂടെ ചേർന്ന് അത് എങ്ങനെയെങ്കിലും ചെലവാക്കും. അതോർത്ത് പേടിയാ എനിക്ക്. അതുകൊണ്ടാ കാശ് കയ്യിലിരിക്കുമ്പോ തന്നെ മോളുടെ കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പിന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. മിണ്ടായിരിക്കടി, എന്നെ കുറ്റം പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ പോവാ. പൂമുഖവാതിൽക്കൽ അതെ, ഒന്ന് നിന്നെ. പുച്ഛിച്ചു നിൽക്കുന്ന ഏട്ടാ. ഭൂതനയാണ് ഏട്ടാ, ഒന്ന് എന്റെ നിക്ക്. എന്താ? ജോലിസിനെ കണ്ട് മുഹൂർത്തത്തിനുള്ള സമയം മാത്രം നോക്ക്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാ അത് തീർക്കാൻ വേണ്ടി വെറുതെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത്. അങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ പോയത് കൊണ്ടല്ലേ നിന്റെ ആസ്മാരോഗത്തിന് മരുന്ന് കിട്ടിയത്. അയ്യോ, ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ആ മരുന്ന് ഇപ്പൊ തീർന്നിരിക്കുക. ഇപ്പൊ പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ കണ്ട് ആ മരുന്നും കൂടി ഇങ്ങ് വാങ്ങിക്കും. ഞാൻ എടുത്തു കൊടുത്ത റൂമിലായിരിക്കും പുള്ളി താമസിക്കുന്നത്. കാണുവാണെങ്കിൽ ഞാൻ മരുന്ന് മേടിച്ചോണ്ട് വരാം. പോട്ടെ. ആ. മുത്തുമണികളെ, ചക്കര കുട്ടികളെ. ഞാൻ അന്വേഷിച്ചു വന്ന ആ ആത്മാവ് ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ഇത് മാത്രം വെച്ച് അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായനെ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ആവണി മാസം തിരുവോണം നക്ഷത്രം മകരരാശി ബ്രഹ്മമുഹൂർത്തത്തിൽ ചുമലിലൊരു വിശേഷപ്പെട്ട നക്ഷത്രത്തോടെ പിറന്നവരാണ് ആ ഏഴാമത്തെ ആത്മാവ്. രാശി നക്ഷത്രം